ഇവിടെ വന്നു കഴിഞ്ഞാലേ ഇപ്പൊ തൊട്ടടുത്തുള്ള നിയറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഏതാണ്? ഇവിടുന്ന് ഒരു 7 കിലോമീറ്ററാണ് നമ്മുടെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സഫാരി വരുന്നത്. മോർണിംഗ് ആൻഡ് ഈവനിംഗ് ആണ് അവിടുത്തെ ഷെഡ്യൂൾസ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു 12 കിലോമീറ്റേഴ്സിലാണ് നമ്മുടെ എടക്കൽ കേവ്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇവിടെ ബാണാസുര സാഗർ ഡാം വരുന്നുണ്ട്. സൗകര്യമൊക്കെ ഉണ്ടോ? ഉണ്ട്. നമ്മുടെ അടുത്ത് ചൂണ്ടയും ഫിഷ് ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം മീനെ കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്യാനാണ് അവർക്ക് താല്പര്യമെങ്കിൽ അവർക്ക് അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ആംബിയൻസും നല്ല റൂമും അഫോർഡബിൾ റേറ്റ് എന്നുള്ള എടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ. അഫോർഡബിൾ റേറ്റ് അപ്പൊ അഫോർഡബിൾ റേറ്റ് ഏതാ നിങ്ങളുടെ? ഓക്കെ, അപ്പൊ അത് ഉറപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പുള്ളിയെ വിളിച്ചാൽ മതി. ഫ്രണ്ട്സ്, ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും സൂപ്പർ ആംബിയൻസിൽ ഹോംലി ഫുഡും സൂപ്പർ ആക്ടിവിറ്റീസ് ഉൾപ്പെടെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സൂപ്പർ റിസോർട്ട്. നമുക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ബാച്ചിലേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ലേഡീസ് ഉള്ളിയോ എങ്ങനെ വേണോ എന്ന് നമുക്ക് പൊളിക്കാൻ പറ്റിയ ഒരു സൂപ്പർ സൈലന്റ് റിസോർട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോണത്. പിന്നെ ഈ ഒരു റിസോർട്ടിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസിനെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് ഉള്ളത്. അതുപോലെ നമ്മൾ വയനാട് നിന്ന് മൈസൂരിലേക്കോ മൈസൂരിൽ നിന്ന് വയനാട് ഭാഗത്തേക്കോ വരുന്നവർക്കും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം സ്പോട്ട്. അപ്പോൾ ഈ റിസോർട്ട് ഇരിക്കുന്ന സ്ഥലം ഒരു അടിപൊളി കോഫി തോട്ടത്തിന്റെ നടുവിലാണ്. കോഫി തോട്ടത്തിന്റെ നടുവിൽ ഒരു നല്ലൊരു അടിപൊളി വഴിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിന്റെ അകത്തൂടെ നടന്ന് ഇങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു റിസോർട്ട് ഉള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു റിസോർട്ട്. കാണിച്ചു തരാം, വാ. അപ്പോൾ ഇതെങ്ങനെയാണ്, നമുക്കൊരു 2 ഫാമിലി അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് വന്ന് അടിച്ച് പൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു രീതിയിലാണ് ഇവരുടെ മേക്കിംഗ്. അപ്പോൾ ഇതിൻ്റെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള ശ്രീരാഗ് ബ്രോ ഇവിടെ ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രീരാഗ് ബ്രോയുടെ അടുത്ത് തന്നെ നേരിട്ട് വയ്ക്കാം. ഹലോ ബ്രോ, പറയൂ. നമസ്കാരം. എങ്ങനെയുണ്ട്? നമ്മൾ കണ്ടിട്ട് കുറച്ചായില്ലേ? അതെ, കുറച്ചായി. അപ്പോൾ ഇതാണ് ശ്രീരാഗ് ബ്രോ. അപ്പോൾ ഇവരുടെ റിസോർട്ടിലാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ ബ്രോ, നമുക്ക് ഈ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരല്ലേ? കാണാമല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ 2 റൂമാണുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്. 2 റൂം ഒന്നുമല്ലല്ലേ ബ്രോ? അതെ, 2 റൂം സെയിം ആണ്. രണ്ടും ഒരേപോലെ തന്നെയാണ്. 3 സൈസ് ബെഡ് ആണ് വരുന്നത്. സെയിം ഫെസിലിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് കണ്ടു പറയാമല്ലേ? ഓക്കെ, ഓക്കെ, ഞാനിതൊന്നും ഊരിക്കോട്ടെ. അപ്പോൾ എന്ത് തോന്നുന്നു? സൂപ്പർ അല്ലേ? കാണൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. അപ്പോൾ സാധാരണ നമ്മളൊരു റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റിസോർട്ട് ഫീൽ ചെയ്യും. പക്ഷെ ഇതങ്ങനെയല്ല, നമുക്കൊരു സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ഒരു ഫീലാണ്. ഹോംലി ഇവിടെ ഉള്ളത് മൊത്തം. അതെ, ആ ഒരു ഫീലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫീലാണ് എന്നെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ ബ്രോ, നമുക്ക് എന്തൊക്കെയാണ് നിങ്ങൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ്? നമുക്കിവിടെ പറഞ്ഞാൽ ഹോംലി ഫുഡ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വരികയാണെങ്കിൽ ഒരു 8 to 9 മെമ്പേഴ്സ് വരെ വരുന്നവരാണെങ്കിൽ നമുക്കിവിടെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. റേറ്റ് ആണെങ്കിൽ നെഗോഷ്യബിൾ ആണ്. നമുക്ക് സീസൺ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ നമുക്കിപ്പോൾ ബാർബിക്യൂ, ക്യാമ്പ് ഫയർ ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഫിഷിംഗ് ആക്ടിവിറ്റീസ് എല്ലാം കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മൾ സാധാരണ പല റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവർ ഉണ്ടാക്കിയെടുത്ത ഒരു കുളമായിരിക്കും. കാരണം അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതങ്ങനെയല്ല, കറക്റ്റ് ഒരു നാച്ചുറൽ ഫീൽ ചെയ്യണം. നാച്ചുറൽ പോണ്ടല്ലേ ഇത്? നാച്ചുറൽ പോണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് വെറൈറ്റീസ് ഫിഷസ് അവിടെ ഉണ്ട്. അതായത് നമുക്കൊരു നാച്ചുറൽ പോണ്ടിന്ന് നമുക്ക് എങ്ങനെ മീൻ പിടിക്കാം ആ ഒരു രീതിയിൽ നിങ്ങൾ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്കത് ചെയ്യാം. നമുക്ക് ആ ഒരു കുളമൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ബ്രോ, നമ്മളിപ്പോൾ 2-3 പേര് എക്സ്ട്രാ ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ അഡീഷണൽ ബെഡ് ഇവിടെ കൊടുക്കും. എക്സ്ട്രാ ബെഡ് തിങ്സ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പം ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം, ഇതിന്റെ ഇതിന്റെ റിസോർട്ടിന്റെ ഓണർ താമസിക്കുന്ന തൊട്ടടുത്തല്ലേ? നമ്മുടെ ഫാമിലി ക്വാർട്ടേഴ്സിന്റെ തൊട്ട് താഴെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാൻ പറയണ്ടല്ലോ, അവരിത് പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് ഞാൻ പറയാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. കാരണം എല്ലാ കാര്യത്തിലും ഇവിടെ നിങ്ങൾ ഫാമിലി ആയിട്ട് വന്നോ, നിങ്ങൾ ലേഡീസ് മാത്രം വന്നോ, എങ്ങനെ വേണോ നിങ്ങൾ വന്നോ, നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സെക്യൂരിറ്റി അവർ ഉറപ്പായിട്ട് തന്നിരിക്കും. ഇവിടെ വേറെ ആരുമില്ല. നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാനതും പറയണ്ടല്ലോ. അപ്പോൾ നമുക്ക് പ്രൈവസി 100% നമുക്ക് പറയാൻ പറ്റും. അതെ, പ്രൈവസിയുടെ കാര്യത്തിൽ നിങ്ങൾ യാതൊരു ടെൻഷനും വേണ്ട. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത് നമുക്കിപ്പോൾ ഇവിടെ ഒരു LED TV അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വൈഫൈ ഇല്ലേ? വൈഫൈ ഉണ്ട്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ നെറ്റ്വർക്കിനും ഇവിടെ റേഞ്ച് ഉണ്ട്. എല്ലാ നെറ്റ്വർക്ക് അത്യാവശ്യം ഇപ്പോൾ ജിയോയുടെ തന്നെയാണെങ്കിൽ ജിയോ 5G കിട്ടുന്നുണ്ട്. ജിയോ 5G ഉണ്ട്. 5G എല്ലാതും അവൈലബിൾ ആണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂസ് ഫേസ് ചെയ്യുകയാണെങ്കിൽ വൈഫൈ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധാരണ നമ്മൾ ഇത്തരം റിസോർട്ടുകളിലൊക്കെ വരുമ്പോഴേ പലയിടത്ത് റേഞ്ച് ഇഷ്യൂ ഉണ്ട്. ഇവിടെ ആ ഒരു കാര്യത്തിലേ നമ്മൾ പേടിക്കേണ്ട. റേഞ്ച് എല്ലാം എക്സ്ട്രാ ഡീസൻ്റ് ആണ്. അപ്പോൾ ഇത് നമുക്ക്
ഇത് നമുക്ക് വരുമ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഒരു LED TV ഉണ്ട്, പിന്നെ കേബിൾ കണക്ഷനൊക്കെ ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ ഇതിന്റെ സീലിങ്ങിലോട്ട് വരണമെങ്കിൽ ഇതാണ്. നമുക്ക് ഫാനിന്റെ ഒന്നും ആവശ്യം ഇതിൻ്റെ അകത്തില്ല, കാരണം ഇപ്പം തന്നെ നല്ല തണുപ്പാണ്. നിങ്ങളൊരു തണുപ്പ് സീസണിലൊക്കെ വരികയാണെങ്കിൽ നല്ല രസമായിരിക്കും. അതായത് നമുക്കൊരു സെക്ടറൊക്കെ ഇട്ടിട്ട് ഇവിടെ നിൽക്കാൻ പറ്റും. പിന്നെ അപ്പോൾ ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ആണ് വരുന്നത്. കുഴപ്പമില്ല, ഒരു അത്യാവശ്യം നമുക്ക് ഒരു ഫാമിലിയുടെ തിങ്സ് എല്ലാം ഇവിടെ, ഒരു ഫാമിലിക്കുള്ള സ്റ്റോറേജ് എല്ലാം ഇവിടെ ഉണ്ട്. ഒരു 4 പേരോ 5 പേരോ വന്നാലും സ്റ്റോർ ചെയ്യാൻ പറ്റിയ എല്ലാ സംഗതിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമുക്ക് ആ ബാത്റൂം കൂടെ നോക്കാം. അപ്പോൾ ഇതാണ് ഈ റൂമിൻ്റെ അകത്തൊരു നല്ല രീതിയിലൊരു പ്രീമിയം ലുക്കിലുള്ള ഒരു വാഷ് ബേസിനൊക്കെ ഉണ്ട്. പിന്നെ അടിപൊളിയാണ്. പിന്നെ ഇതാണ് ബാത്റൂം. ബാത്റൂമൊക്കെ ഒരു നെക്സ്റ്റ് ലെവലിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് വാട്ടർ ഹീറ്ററുണ്ട്, പിന്നെ ഷവറും കുഴപ്പമില്ല. അപ്പോൾ ബാത്റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാത്റൂമൊക്കെ നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതായത് സ്പേസിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു പിശുവും കാണിച്ചിട്ടില്ല. അതായത് നല്ല രീതിയിൽ നല്ല അടിപൊളി സ്പേസാണ്. എന്താ പറയുക, ഒന്ന് ഓടി കളിക്കാനുള്ള സ്പേസിങ് ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു പിന്നെ നമുക്ക് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ റൂം തന്നെ നല്ലൊരു സൈസുള്ള റൂമാണ്. നമ്മൾ 4 പേരല്ല, ഒരു 5 പേര് വന്നാലും നമുക്ക് കിടക്കാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സംവിധാനമാണ്. പിന്നെ കട്ടിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഒരു ഡബിൾ കോട്ട് കട്ടിലാണ്. ഇതൊരു 3 പേർക്ക് സുഖമായിട്ട് ഇതിൻ്റെ അകത്ത് കിടക്കാം. പിന്നെ സ്പ്രിംഗ് മാട്രസ് അല്ലേ? സ്പ്രിംഗ് മാട്രസ് ആണ്. ഓക്കെ, ഇത് സ്പ്രിംഗ് മാട്രസ് കൂടെയാണ്. നല്ല സുഖമാണ്, അടിപൊളി വേറെ ലെവലാണ്. അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ട് തന്നെയാണത്. അപ്പോൾ ഒരു തരത്തിൽ നിങ്ങളത് മിസ് ചെയ്യരുത്. നിങ്ങളുടെ ഒരു വീക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്ന സ്ഥലം തന്നെയാണത്. അപ്പോൾ നിങ്ങൾക്കൊരു വീക്കെൻഡിൽ വന്നാലും അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ആ മീൻ പിടിക്കാനൊക്കെയുള്ള ഒരു സംഭവവും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പല സ്ഥലത്തും കിട്ടൂല. പിന്നെ അവിടെ ഒരു അടിപൊളി വയലും ഇല്ലേ, ഒരു പച്ചപ്പ് നല്ലൊരു തന്നെയാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈവനിങ് ടൈമുകളിലും വാക്കിങ്ങിന് പോകണമെങ്കിൽ വയലിൽ കൂടെയും പോവാം, റോഡ് വഴിയാണെങ്കിൽ റോഡ് വഴിയും പോവാം. അതെ, പക്ഷേ ഏതൊരു രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ, കാരണം ഇത്രയും നല്ല ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ വയലും കുളവും ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഒരു വലിയ കാര്യമാണ്. അതൊക്കെ നമ്മളെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. പിന്നെ ബ്രോ, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തൊട്ടടുത്തുള്ള നിയറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ ഏതാണ്? നിയറസ്റ്റ് പ്ലേസസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 7 കിലോമീറ്ററാണ് നമ്മുടെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സഫാരി വരുന്നത്. മോർണിംഗ് ആൻഡ് ഈവനിംഗ് ആണ് അവിടുത്തെ ഷെഡ്യൂൾസ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടുന്ന് ഒരു 12 കിലോമീറ്റേഴ്സിലാണ് നമ്മുടെ എടക്കൽ കേവ്സ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു കാര്യമാണത്. അതേപോലെ ഇവിടെ ബാണാസുര സാഗർ ഡാം വരുന്നുണ്ട്. ഏകദേശം അതൊരു 40 കിലോമീറ്റർ റേഞ്ചിലാണ് വരുന്നത്. പിന്നെ അതേപോലെ ഒരുപാട് പ്ലേസസ് ഉണ്ട് നമുക്ക് ഇവിടെ അടുത്തടുത്തായിട്ട്. എല്ലാം ഏകദേശം ഒരു 25 കിലോമീറ്റേഴ്സ് റൗണ്ടിൽ ഒരു 10 സ്ഥലങ്ങളുണ്ട് കാണാൻ. അതേപോലെ ഒരു 40 കിലോമീറ്റർ റേഞ്ചിലാണ് ഒരു 2-3 സ്ഥലങ്ങൾ വരുന്നത്. അതെ. അപ്പോൾ നമുക്ക് വാഹനങ്ങളുടെ ഒന്നും ശബ്ദമില്ലാതെ നല്ല രീതിയിൽ എന്താ പറയുക, ഒരു സമാധാനമായിട്ട് ഒരു 1-2 അല്ലെങ്കിൽ ഒരാഴ്ചയോ നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ആംബിയൻസും നല്ല റൂമും അഫോർഡബിൾ റേറ്റ് എന്നുള്ള എടുത്ത് പറയേണ്ട കാര്യമാണ് കേട്ടോ. അപ്പോൾ അഫോർഡബിൾ റേറ്റ് ഏതാ നിങ്ങളുടെ? അതെ, ഓക്കെ. അപ്പോൾ അത് ഉറപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പുള്ളിയെ വിളിച്ചാൽ മതി. എന്തായാലും എനിക്ക് നല്ല രീതിയിൽ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് അവർ താമസിക്കാണ്ട് എല്ലാ സൗകര്യവും തന്നത്. പിന്നെ അവരുടെ ഒരു സ്നേഹവും ഹോംലി ഫുഡും, ഞാൻ ഇവിടുന്ന് ഹോംലി ഫുഡൊക്കെയാണ് കഴിച്ചത്. അപ്പോൾ എനിക്ക് എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ഒരു ദിവസമെങ്കിലും വരിക, വന്ന് എൻജോയ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ കുളമൊക്കെ ഒന്ന് കണ്ടുകൂടെ? ഓക്കെ, കാണാം. അപ്പോൾ നമുക്ക് ആ കുളമൊക്കെ കൂടെ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് അവരുടെ ആ ഒരു നാച്ചുറൽ കുളം എന്ന് പറയുന്നത്. കണ്ടോ, സൂപ്പറായിട്ട്. കാരണം നമ്മൾ ഇങ്ങനൊരു കാഴ്ചയൊക്കെ നമുക്ക് കാണണമെങ്കിൽ ഏതെങ്കിലും ഗ്രാമപ്രദേശത്തിലൊക്കെ പോകണം. ഇപ്പോൾ നമ്മളെയൊക്കെ നാട്ടിൽ സൈഡിൽ കുളങ്ങളൊക്കെ ഉണ്ട്, എല്ലാം കരിങ്കല്ലൊക്കെ കൊണ്ട് കെട്ടി വേറെ ലെവലാക്കിയാണ്. അപ്പോൾ ഒരു നാച്ചുറലായിട്ടുള്ളൊരു കുളം നമുക്ക് കാണാം. പിന്നെ ഇവിടെ നമുക്ക് മീൻ പിടിക്കേണ്ട സൗകര്യമൊക്കെ ഉണ്ടോ? ഉണ്ട്. നമ്മുടെ അടുത്ത് ചൂണ്ടയും ഫിഷ് ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഫിഷ് ഫുഡൊക്കെ ഇപ്പോൾ മീനിനെ കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഫ്രൈ ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവരെ ഗസ്റ്റിന് ഫ്രൈ ചെയ്യാനാണ് അവർക്ക് താല്പര്യമെങ്കിൽ അവർക്ക് അങ്ങനെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും എനിക്ക് ഈ കാര്യം പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു കേട്ടോ, ഇവർ മീൻ പിടിക്കാന്നൊക്കെ. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ വരിക, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ സൺസെറ്റും ഇവിടുത്തെ ആ ഒരു വൈബും എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത്
നമ്മളൊരു കോഫി തോട്ടത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു കാട്ടിനുള്ളിൽ നമ്മൾ താമസിക്കുന്ന ഒരു അടിപൊളി ഫീലാണ്. നല്ല സെക്യൂരിറ്റിയോടെ നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ട് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഒരു സൺസെറ്റ് വേറെ ലെവലാണ്. നമുക്ക് റൂമിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഈ വിൻഡോ അങ്ങ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കാണാൻ പറ്റും. എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം ഞാനൊരു ഉച്ച സമയത്താണ് ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ടൂർ സീസണൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ ഇത് ബുക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ സ്പോട്ട് വരുന്നത് സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് മുത്തങ്ങ പോകുന്ന വഴിക്ക് നായ്ക്കട്ടി എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടുത്തെ ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നോക്കുക. വീണ്ടും കാണാം.